രാഹുലെ, ഇടതുപക്ഷം നേരിട്ട കനത്ത പരാജയം ശരിക്കും കണ്ണൂരിലാണ് അതിൻ്റെ ഏറ്റവും വലിയ ആഘാതങ്ങൾ ഏറ്റുള്ളത്. ഇടത് കോട്ടയായിരുന്ന കണ്ണൂർ ആടി ഒലഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ കണ്ണൂരിൽ പാർട്ടി കേന്ദ്രമായിട്ടുള്ള കണ്ണൂരിൽ ഒരു ഫ്ലെക്സ് ഉയർന്നിരിക്കുകയാണ്. അത് MV ഗോവിന്ദൻ്റെയും പിണറായിയുടെയും ചിത്രത്തിന് നേരെ വെട്ടിയതിന് ശേഷം EP ജയരാജൻ്റെയും M സ്വരാജിൻ്റെയും ചിത്രം കൊടുത്ത് ഇവരെയാണ് ഞങ്ങൾക്ക് ആവശ്യം, അതായത് പാർട്ടി സെക്രട്ടറിയായി ഇവരിൽ ആരെങ്കിലും രണ്ടുപേരിൽ ഒരാളെയാണ് ആവശ്യം എന്നുള്ള രീതിയിലുള്ള ഒരു ഫ്ലെക്സ് ഉയർന്നിരിക്കുകയാണ്. ശരിക്കും ആരാകും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടുത്ത പാർട്ടി സെക്രട്ടറി? പാർട്ടി സെക്രട്ടറിയെ പറ്റി പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് കോടിയേരി ബാലകൃഷ്ണനെയാണ്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം TK ഗോവിന്ദൻ്റെ ഭാര്യ അവർ വളരെ വികാരധീരയായി സംസാരിക്കുന്നൊരു വീഡിയോ ക്ലിപ്പുകൾ നമ്മൾ പുറത്ത് കണ്ടിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ കോടിയേരി സഖാവിനെ അത്രത്തോളം ഹൃദയസ്പർശമായിട്ടാണ്, എൻ്റെ അനിയനെ പോലെയാണ്, എൻ്റെ വീട്ടിൽ വന്ന് നിന്നിട്ടുണ്ട്, അത്രയ്ക്ക് സ്നേഹമായിരുന്നു ഞങ്ങളോടൊക്കെ. ഇന്ന് കോടിയേരി സഖാവ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു പ്രതിസന്ധി ഉണ്ടാകില്ലായിരുന്നു. അതായത് ഇപ്പോൾ TK ഗോവിന്ദനാണെങ്കിലും കുഞ്ഞികൃഷ്ണനാണെങ്കിലും G സുധാകരനാണെങ്കിലും അപ്പോൾ ഐഷ പൂറ്റിയാണെങ്കിലും ഇതൊന്നും കോടിയേരി സഖാവ് ഉണ്ടായിരുന്നെങ്കിൽ നടക്കില്ലായിരുന്നു എന്ന് പറയുന്നൊരു സാഹചര്യമുണ്ട്. ഒരു ചിരിയിലാണ്, ഒരേ ഒരു ചിരി, പാർട്ടി സെക്രട്ടറിയുടെ ഒരു ചിരി, ആ ചിരിയിലെല്ലാം തീർന്നു. ഒരു പാർട്ടി തന്നെ ഇല്ലാതാക്കിയ ചിരി. നാളുകളിൽ ഗോവിന്ദ മാഷിനെ കുറിച്ച് ജനങ്ങൾ മനസ്സിൽ ഓർക്കുന്നത് ഒരു ചിരി കൊണ്ടൊരു പാർട്ടിയെ നശിപ്പിച്ചൊരു മനുഷ്യൻ, ഒരു ചിരി കൊണ്ടൊരു പ്രസ്ഥാനത്തെ നശിപ്പിച്ചൊരു മനുഷ്യൻ, ഒരു ചിരി കൊണ്ട് ആ പാർട്ടി സംവിധാനങ്ങളെ മുഴുവൻ തച്ചുടച്ച് തൻ്റെ അണികളെ പോലും തനിക്കെതിരാക്കിയ ഒരു നേതാവായിട്ടാണ് ഓർക്കാൻ കഴിയുക. ഇനി CPM എന്തെല്ലാം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കും. ആദ്യം എവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ G സുധാകരനിൽ നിന്നാണ്. G സുധാകരൻ എന്ന് പറയുന്ന LDFിൻ്റെ അത്രത്തോളം സീനിയോറിറ്റിയുള്ളൊരു നേതാവ്, ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള നേതാവ്. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു സമര പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നാണ്, ഒരു രക്തസാക്ഷി കുടുംബത്തിൽ നിന്നും വരുന്നൊരു മനുഷ്യനാണ്. അവസാനം വരെ CPM പറഞ്ഞു ഇല്ല, അദ്ദേഹം പാർട്ടി വിട്ടു പോകില്ല. എന്നിട്ടും ആരൊക്കെ സംസാരിക്കാൻ പോയി? പിണറായി വിജയനോ പാർട്ടി സെക്രട്ടറി ഒന്നും സംസാരിച്ചെങ്കിൽ തീരുന്നൊരു വിഷയം മാത്രമേ ഉള്ളൂ. അദ്ദേഹം എപ്പോഴാണ് ഞാൻ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നൊരു തീരുമാനമെടുത്തത്? മാധ്യമങ്ങൾ വന്നിട്ട് G സുധാകരൻ്റെ കാര്യത്തിൽ എന്താണ് പാർട്ടി ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ G സുധാകരനോ, അവൻ ആര്? G സുധാകരൻ പോയാൽ ഇവിടെ എന്താണ്? അങ്ങനെ ഒരു നഷ്ടപ്പെട്ടില്ല. ആലപ്പുഴ കയ്യിൽ നിന്ന് പോയില്ലേ? ആലപ്പുഴ കയ്യിൽ നിന്നും പോയതാണോ? തെക്കൻ കേരളം മൊത്തത്തിൽ ഒലിച്ചു പോയില്ലേ? കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തു നിന്ന് 2ഉം ആലപ്പുഴയിൽ നിന്നും 1 സീറ്റും കിട്ടിയ സാഹചര്യത്തിലാണ് ഇന്ന് വൻ ഭൂരിപക്ഷത്തിൽ വലിയ സംഖ്യയോടെ 2 അക്ക സംഖ്യയോടെ UDF അത് പിടിച്ചെടുക്കുന്നൊരു സാഹചര്യം. കൊല്ലമൊക്കെ അപ്പാടെ ഒലിച്ചു പോയില്ലേ? എന്താണ് കൊല്ലത്ത് സംഭവിച്ചതെന്ന് ആലോചിച്ച് നോക്കും പാർട്ടിക്ക്. അപ്പോൾ അത്രയേറെ ജനവികാരം ഉടലെടുത്തിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണനെ ഓർക്കുന്നതും അതുകൊണ്ടാണ്. ഇപ്പോൾ TK ഗോവിന്ദൻ്റെ ഭാര്യ പറയുന്നത് പോലെ തന്നെ ഗോവിന്ദ മാഷിൻ്റെ ഭാര്യയെ മത്സരിപ്പിക്കണമെന്ന് ഭൂരിപക്ഷ അഭിപ്രായമുണ്ടായിരുന്നു. എന്നിട്ട് പാർട്ടി അത് കേട്ടോ? ഇല്ല. കുഞ്ഞികൃഷ്ണൻ എപ്പോഴാണ് പുറത്തേക്ക് വന്ന് പാർട്ടിയെ പറ്റി സംസാരിക്കാൻ തുടങ്ങിയത്? ഉയർത്തി കാണിച്ചിട്ടുള്ള രക്തസാക്ഷി അദ്ദേഹം പാർട്ടിക്കുള്ളിലാണ് സംസാരിച്ചത്. അതിൽ നടപടി എടുക്കണമായിരുന്നു. നടപടി എടുക്കാത്തുള്ള ആ മധുസൂദനെ തന്നെ അദ്ദേഹത്തിനെതിരായിട്ട് സ്ഥാനാർത്ഥിയാക്കി നിർത്താനും കാണിച്ചു. അല്ല, പാർട്ടിക്കുള്ളിലാണ് ആദ്യം അദ്ദേഹം സംസാരിക്കുന്നത്, പാർട്ടി കോറത്തിലാണ് സംസാരിക്കുന്നത്. പാർട്ടി കോറത്തിൽ നിന്ന് അദ്ദേഹത്തിന് വേണ്ടത്ര നീതി ലഭിക്കുന്നില്ല എന്നറിഞ്ഞപ്പോഴാണ് അദ്ദേഹം പൊതുസമൂഹത്തിലേക്ക് വിളിച്ചു പറയാൻ പോയത്. അപ്പോഴും എന്താണ്, ഈ രക്തസാക്ഷി കുടുംബത്തെ വിളിച്ചു വരുത്തി, അതായത് ഗോവിന്ദ മാഷിന്റെ യാത്ര ഉണ്ടായിരുന്നല്ലോ, ആ യാത്ര കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഒരു യാത്രയിൽ ഒലിച്ചുപോയ കേരളമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്താണെങ്കിലും രക്തസാക്ഷി കുടുംബങ്ങളെ വിളിച്ചു വരുത്തി, രക്തസാക്ഷി കുടുംബങ്ങൾ ഞങ്ങളോടൊപ്പമുണ്ട്, ഇനി ആരുണ്ടടാ ചോദിക്കാൻ എന്നുള്ള ഒരു ധാർഷ്ട്യം. പയ്യന്നൂരും കരുവന്നൂരും പുന്നപ്ര വയലാർ സമരങ്ങളുമൊക്കെ നടന്നൊരു നാടാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ കണ്ണൂർ തന്നെ അത്രത്തോളം വലിയ സമരങ്ങളുടെ നാടാണ്. ആ നാട്ടിൽ കുഞ്ഞികൃഷ്ണനെ വെല്ലുവിളിച്ചു TK ഗോവിന്ദൻ. അദ്ദേഹം പറഞ്ഞു ഗോവിന്ദ മാഷിന്റെ ഭാര്യയെ മത്സരിപ്പിക്കരുത്. ഒന്നായിട്ടുള്ള നിലപാടായിരുന്നു. പാർട്ടി കേൾക്കാൻ തയ്യാറായില്ല. അവസാനം എന്ത് സംഭവിച്ചു? 2 പേർ
2 ഏരിയ സെക്രട്ടറിമാർ, കണ്ണൂരിൽ നിന്നുള്ള 2 ഏരിയ സെക്രട്ടറിമാർ, അവർ LDFന് എതിരായിട്ട് മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു നാട് മുഴുവൻ അവരോടൊപ്പം നിന്നു. പയ്യന്നൂർ പോലൊരു മണ്ഡലത്തിൽ കുഞ്ഞികൃഷ്ണൻ 3000 വോട്ടിനാണെങ്കിൽ പോലും ജയിക്കുക എന്ന് പറയുന്നത് ആലോചിച്ചു നോക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ട തകർത്തുകൊണ്ടാണ് കുഞ്ഞികൃഷ്ണൻ ചേട്ടൻ പുറത്തേക്ക് ഇന്നേ വരെ ചരിത്രത്തിൽ പോലും ഒരാൾക്കും ഇടം കൊടുക്കാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ട, TK ഗോവിന്ദൻ മത്സരിച്ച മണ്ഡലം എന്നാലോചിച്ച് നോക്കൂ. അതേപോലെ തന്നെ എന്തെല്ലാം വിഷയങ്ങളുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ശൈലജ ടീച്ചറെ മട്ടന്നൂരിൽ നിന്ന് മാറ്റി പേരാമ്പ്രയിൽ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചത്? മട്ടന്നൂര് കൊണ്ട് മത്സരിപ്പിച്ചു കഴിഞ്ഞാൽ MP ഗോവിന്ദന് മത്സരിക്കാൻ പറ്റില്ല, MP ഗോവിന്ദന്റെ ഭാര്യയ്ക്ക് അവിടെ മത്സരിക്കാൻ പറ്റില്ല. അതൊരു പാർട്ടി കോട്ടയാണ്. അവിടെ ആര് നിന്നാലും ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസമായിരുന്നു അതിന് കാരണം. ഈ സണ്ണി ജോസഫിന്റെ മുന്നിലേക്ക് കൊണ്ട് ഇടുമ്പോൾ ഒരു ബലിയാടിനെ പോലെയാണ് ഇട്ട് കൊടുത്തത്. അവിടെയും എന്തൊക്കെയോ അത്ഭുതങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. എന്തത്ഭുതമാണ്! പാർട്ടി തോറ്റു. ഇപ്പോഴും അവര് സമ്മതിക്കാൻ തയ്യാറാകുന്നില്ല. ഇനി ഇപ്പോൾ കുഞ്ഞികൃഷ്ണൻ ചേട്ടൻ പറഞ്ഞ പോലെ എത്ര പേര് ഇവർ പുറത്താക്കും? ഇപ്പോൾ ഈ പയ്യന്നൂരാണെങ്കിലും ധർമ്മടത്ത് 7 റൗണ്ടുകൾ ഇടുമ്പോഴും പിണറായി വിജയൻ പുറകിലായിരുന്നു. അബ്ദുൾ റഷീദ് VP എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ മുന്നിൽ മുട്ടുമടക്കിയിരിക്കേണ്ട ഒരു അവസ്ഥ പിണറായി വിജയൻ വന്നു. പിണറായി വിജയൻ ഒന്ന് പേടിച്ചു, ഒന്ന് ഭയന്നു, ഒന്ന് വിറച്ചു. സ്വാഭാവികമാണ്. കടമെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വിയർത്ത് നഗ്നനായി നിൽക്കുന്ന വരുന്ന അവസ്ഥ ഇന്നേ വരെ ചിന്തിച്ചിട്ടില്ലാത്ത, ഇന്നേ വരെ ചിന്തിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് പിണറായി വിജയൻ കടന്നു പോയിട്ടുണ്ടെങ്കിൽ സ്വന്തം മണ്ഡലത്തിൽ താൻ പിന്നിൽ പോകുന്ന ഒരു സാഹചര്യം, 7 റൗണ്ട് എണ്ണുമ്പോഴും താൻ പുറകിലാണ് എന്നുള്ള അദ്ദേഹത്തിനെ കുത്തി വലിച്ചുള്ള ആ ഒരു പീഡനങ്ങൾ കേരളത്തിലെ ജനത നൽകിയതാണത്. എന്തിനാണ്? ആരോടൊക്കെ ഇനി ഇവർ പകരം വീട്ടും? ആർക്കൊക്കെ എതിരെ നടപടിയെടുക്കും? തനിക്കെതിരെ വോട്ട് കുത്തിയ ജനങ്ങളോടോ? പാർട്ടി അണികളാണ്. നമുക്കറിയാം, പയ്യന്നൂരാണെങ്കിലും ധർമ്മടത്താണെങ്കിലും കണ്ണൂർ ജില്ലയിൽ ഏത് സ്ഥലത്താണെങ്കിലും പാർട്ടിയാണ്, പാർട്ടി കുടുംബങ്ങളാണ്, പാർട്ടി അണികളാണ്. ഒരു വീട്ടിൽ നിന്നും ഒരു വോട്ട് മാറിപ്പോയി കഴിഞ്ഞാൽ അവരെ പുറത്താക്കും. നമ്മൾ കണ്ടതാണ്. ഇതിനു മുമ്പിട്ട് തന്നെ കുടിക്കുന്ന വെള്ളത്തിൽ മലമൂത്ര വിസർജനങ്ങൾ കൊണ്ടിട്ട് നശിപ്പിക്കുന്നൊരു സാഹചര്യം, കുടിക്കാൻ വെള്ളമില്ലാതാക്കും, നടക്കാൻ വഴിയില്ലാതാക്കും. ഒരു പരിപാടിക്ക് പോലും, ഒരു നാട്ടിലൊരു പരിപാടിക്ക് പോലും ആരും വിളിക്കാത്തൊരു സാഹചര്യം ഉണ്ടാക്കും. അതായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ധാർഷ്ട്യം എന്ന് പറയുന്നത് കണ്ണൂരിൽ. ഇന്ന് ആ ധാർഷ്ട്യങ്ങളെല്ലാം ഒലിച്ചു പോയിരിക്കുകയാണ്. ഇന്ന് ഭയന്ന് പറച്ചിരിക്കുകയാണ്. ഇനി എന്ത് സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അവർ മുതിർന്നു നിൽക്കുകയാണ്. ഇത്രയും വലിയ നാണംകെട്ട തോൽവിയായതുകൊണ്ടാണ് ആർക്കുമെതിരെ ഇപ്പോഴും ആക്ഷൻ എടുക്കാത്തതും ആരെയും വെട്ടാനും കുത്താനും ഇടിക്കാനും പോകാത്തത്. നാണക്കേട് കൊണ്ടാണ്. ഇതിലും വലിയ നാണക്കേട് കണ്ണൂരിൽ പാർട്ടിക്ക് സംഭവിക്കാനില്ല. 2 പേർ നിലപാടെടുത്ത് സ്വതന്ത്രരായി മത്സരിക്കുന്ന സാഹചര്യം. UDF പിന്തുണ കൊടുത്തു. UDF പിന്തുണ മാത്രമല്ല, ആ 2 പേരുടെ നിലപാടുകൾ മാത്രമാണ്. ആ നിലപാടിലാണ് ഇന്ന് കേരളത്തിൽ 102 സീറ്റുകൾ പിടിച്ച് UDF അധികാരത്തിൽ വന്നത്. നമ്മളെപ്പോഴും പറഞ്ഞല്ലോ, ഈ കുഞ്ഞികൃഷ്ണനും ഈ G സുധാകരനും ഈ TK ഗോവിന്ദനും അതേപോലെ തന്നെ തോറ്റുപോയെങ്കിലും കൊട്ടാരക്കര ഐഷ പോറ്റി നമ്മൾ ചെറുതായി കാണരുത്. ചെറിയ ഭൂരിപക്ഷത്തിൽ അവസാനം വരെ 500, 400, 200 ഐഷ പോറ്റി മുന്നിൽ വരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഒരു ഫോട്ടോ ഫിനിഷിലാണ് അദ്ദേഹം വിജയിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്നാലോചിച്ച് ഇവിടുത്തെ ധനകാര്യ മന്ത്രിയാണ്. 40,000 വോട്ടുകൾക്ക് CPM വിജയിച്ചൊരു മണ്ഡലമാണ്. കഴിഞ്ഞ തവണ 10,000-ലേറെ വോട്ടുകൾക്ക് വിജയിച്ച മണ്ഡലമാണ്. കോൺഗ്രസ് വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്ന ഒരു സമയമാണ്. കോൺഗ്രസിന്റെ കഴിഞ്ഞ തവണ മത്സരിച്ച സ്ഥാനാർത്ഥി പാർട്ടി വിട്ടുപോകുന്നൊരു സാഹചര്യമായിട്ട്. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? കോൺഗ്രസിൽ അത്രയും വലിയ വിഭാഗീയത ഉണ്ടായിരുന്ന സമയത്ത് പോലും ഐഷ പോറ്റിക്ക് കിട്ടിയ വോട്ട് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. അപ്പോൾ അവിടുന്ന് ആ സ്ഥാനാർത്ഥി പോയിട്ടില്ലായിരുന്നെങ്കിലോ? അതെ, ആലോചിച്ച് നോക്കൂ. അവിടെ വൻ വിജയമായിരുന്നു തന്നെ ഉണ്ടായിരുന്നത്. അത് UDF തിരുത്തേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്താണെങ്കിലും പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നത് ഇപ്പോൾ 2 പേരുടെ പേരുകളാണ്. കണ്ണൂർ കോക്കസിൽ പിണറായി വിജയൻ ഇടപെട്ടത് തൊട്ട് ആരുമല്ലാതായി പോയ EP ജയരാജന്റെ പേര്, അതേപോലെ തന്നെ P ജയരാജൻ. ഇത് കഴിഞ്ഞ ഉടനെ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ്
കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള കൃത്യമായിട്ടൊരു മറുപടിയായിട്ട് നമ്മൾ കാണാം. പിന്നെ എം സ്വരാജ് ഇപ്പോഴും തോൽവി അംഗീകരിക്കാൻ കഴിയാത്ത മനസ്സുമായി നടക്കുന്ന ഒരാളാണ് എം സ്വരാജ്. ഇത് ഞങ്ങൾക്ക് കിട്ടേണ്ട തോൽവിയല്ല, ഈ തോൽവി ഞങ്ങളുടേതല്ല, ജനങ്ങൾ മണ്ടത്തരമാണ് ചെയ്തത്. ഇപ്പോഴും ഒന്ന് ആലോചിച്ച് നോക്കൂ, വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളെ വർഗീയവാദിയായിട്ട് ചിത്രീകരിക്കുകയാണ്. തങ്ങൾക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം മതേതരവാദികളും, ഇപ്പത്ത് കോൺഗ്രസിനെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം വർഗീയവാദികളുമാകുകയാണ്. കോൺഗ്രസിനെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും BJP-കാരനും മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് വിജയിപ്പിച്ചത്. അല്ലാതെ UDF-ന്റെ വോട്ടുകൾ കൊണ്ട് മാത്രം ഇവിടെ UDF-കാർക്ക് വിജയിക്കാൻ കഴിയില്ല. അങ്ങനെ കഴിയുമായിരുന്നെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസ് തന്നെ കേരളം ഭരിച്ചുകൊണ്ടിരുന്നേനെ. 10 കൊല്ലം CPM ആണ്. കഴിഞ്ഞ തവണ 99 സീറ്റ് നേടിയിട്ടാണ് LDF അധികാരത്തിൽ വരുന്നത്. ആ 99 സീറ്റിൽ നിന്നാണ് 35 സീറ്റിലേക്ക് ഒതുങ്ങുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഗതികേട് ഒരു പാർട്ടിയുടെ. ഒരു ചിരിയിലാണ്, ഒരു പാർട്ടി സെക്രട്ടറിയുടെ ചിരിയിൽ. ഇനി CPM ശ്രദ്ധിക്കേണ്ടത് നല്ലൊരു പാർട്ടി സെക്രട്ടറി ഇല്ലെങ്കിൽ ഈ സംഘടന നാളെ BJP-യിലേക്ക് ലയിക്കും. എന്നോട് പലരും പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ നിങ്ങൾ ഇങ്ങനെ കാണുന്നത്? പാർട്ടിയിൽ ആരും BJP-യിലേക്കൊന്നും പോകത്തില്ല, നിങ്ങൾ കോൺഗ്രസ്സുകാരാണെന്ന് BJP-യിൽ പോകുന്നത് എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അടിത്തട്ടിൽ ഞാൻ എൻ്റെ മണ്ഡലം, എൻ്റെ ബൂത്ത്, അവിടെ ഞാൻ നടത്തിയ അല്ലെങ്കിൽ എൻ്റെ തൊട്ടടുത്തുള്ള ബൂത്തുകൾ വെച്ച് അനാലിസിസ് ചെയ്തിട്ടാണ് പറഞ്ഞത്, ഇനിയെങ്കിലും പാർട്ടി തിരുത്തണം. ഒരു പാർട്ടി സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഒരു ചിരി കൊണ്ട് ആ പാർട്ടിയെ ഇല്ലാതാക്കുന്നതാകരുത്. ആ പാർട്ടിയിലുള്ള അണികളെ കേൾക്കാൻ തയ്യാറാകുന്ന, തിരുത്താൻ തയ്യാറാകുന്ന, ജനങ്ങളോടൊപ്പം നിൽക്കാൻ കഴിയുന്ന, നിലപാടെടുക്കാൻ കഴിയുന്ന ഒരു പാർട്ടി സെക്രട്ടറി ആയിരിക്കണം. അപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ പേരുകൾ വരുമ്പോൾ എം സ്വരാജിൻ്റെ പേരുകളൊക്കെ വരുന്നുണ്ട്. എം സ്വരാജ് ആണെങ്കിലും P ജയരാജനാണെങ്കിലും, എം സ്വരാജ് ഇപ്പോഴും തോൽവി അംഗീകരിക്കാൻ കഴിയാത്തൊരു നേതാവായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ തോൽവി ജനങ്ങളുടേതല്ലെന്ന്, ജനങ്ങൾ മണ്ടന്മാരായതുകൊണ്ട് വോട്ട് കൊടുക്കുകയാണെന്ന്. അപ്പോൾ ഇപ്പോഴും എന്താണ് തങ്ങളുടെ തോൽവിക്ക് കാരണമെന്ന് മനസ്സിലാകാത്ത ആളുകളായിട്ട് അഭിനയിക്കുകയാണ്. അങ്ങനെയുള്ളവരല്ല പാർട്ടി സെക്രട്ടറി ആയിട്ട് വേണ്ടത്. അല്ല, മുൻപേ തിരുത്തുമെന്ന് പറയുന്ന ആളുകളാണ് വേണ്ടത്. മുൻപേ പറഞ്ഞിട്ടുള്ളതാണല്ലോ, തോൽപ്പിക്കുന്നതിനേക്കാൾ അവർ തോറ്റുവെന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് ആരോ പറഞ്ഞ ഒരു ട്രോൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ തോറ്റു എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് അവരെ തോൽപ്പിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടെന്ന്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇനിയുള്ള കാലത്ത് താത്വിക അവലോകനം ചെയ്യുന്ന ആളുകളെ കൊണ്ടൊന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല. കൃത്യമായിട്ടുള്ള നിലപാടെടുത്ത് സംഘടനാ സംവിധാനത്തെ ഓടിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന നിലപാടുകളുള്ള ആളുകൾ തന്നെ വേണം. അതിന് കേപ്പബിലിറ്റി ഉള്ള ആളുകൾ വേണം. അപ്പോൾ എം സ്വരാജിനെ ഒന്നും ആക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ P ജയരാജനായേക്കാം. P ജയരാജൻ ഇപ്പോൾ കണ്ണൂർ കോക്കസ് പിണറായി വിജയൻ ഭരിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് അപ്രത്യക്ഷമായവരാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും P ജയരാജനെ കൊണ്ടുവരാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ EP-യുടെ പേരുകളുമുണ്ട്. പക്ഷേ കുറച്ചുകൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ P ജയരാജനായിരിക്കാം കൂടുതൽ സാഹചര്യമെന്ന് എൻ്റെ ഒരു രാഷ്ട്രീയ നിരീക്ഷണം പറയുന്നു. അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കാം.